ജമ്മു കശ്മീർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട പോളിംഗ് ആരംഭിച്ചു. 24 മണ്ഡലങ്ങളിലാണ് രാവിലെ വോട്ടെടുപ്പ് ആരംഭിച്ചത്. 10 വർഷത്തിന് ശേഷമാണ് കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജമ്മു മേഖലയിലെ 8 മണ്ഡലങ്ങളും കശ്മീർ മേഖലയിലെ 16 മണ്ഡലങ്ങളുമാണ് പോളിംഗ് ബൂത്തിലെത്തുക. 90 സ്വതന്ത്രർ ഉൾപ്പെടെ 219 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 23 ലക്ഷം വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തും. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ബൂത്തിലും വലിയ സുരക്ഷാ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിർത്തി മേഖലയിൽ ഉൾപ്പെടെ ഭീകരരുമായി സുരക്ഷാ സേന ഏറ്റുമുട്ടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുരക്ഷ കൂടുതൽ ശക്തമാക്കിയത്. ഈ വർഷം ജൂലൈയിൽ കത്വയിൽ സൈനിക വാഹനങ്ങൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ 2 ഭീകരരെ ജമ്മു കശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. CPM നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി, PDPയുടെ ഇൽത്തിജ മുഫ്തി, AICC ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് മിർ തുടങ്ങിയവരാണ് പ്രമുഖ സ്ഥാനാർത്ഥികൾ. 10,261 പുരുഷ കന്നി വോട്ടർമാരും 9,329 വനിതാ കന്നി വോട്ടർമാരുമാണ് ഉള്ളത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ ശേഷം ജമ്മു കാശ്മീരിൽ നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. 2014 അവസാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീരിൽ നടന്നത്. 24 പോളിംഗ് ബൂത്തുകളിൽ സ്ത്രീകൾക്കായിരിക്കും ചുമതല. പിങ്ക് പോളിംഗ് സ്റ്റേഷനുകൾ എന്നാണ് ഇവ അറിയപ്പെടുക. ഭിന്നശേഷിക്കാരായവർ നിയന്ത്രിക്കുന്ന 24 പോളിംഗ് സ്റ്റേഷനുകളും യുവാക്കളുടെ നിയന്ത്രണത്തിലുള്ള 24 പോളിംഗ് സ്റ്റേഷനുകളും ഉണ്ടായിരിക്കും. 2019 ഓഗസ്റ്റ് 5-നാണ് കേന്ദ്രത്തിലെ BJP സർക്കാർ ജമ്മു കാശ്മീരിന് ആർട്ടിക്കിൾ 370 പ്രകാരം അനുവദിച്ച പ്രത്യേക പദവി റദ്ദാക്കിയത്. ഭരണഘടനയുടെ 370-ാം വകുപ്പിൽ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വ്യവസ്ഥകൾ രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ റദ്ദാക്കിയായിരുന്നു. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി ഒഴിവാക്കി പകരം ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു. രാഷ്ട്രപതിയുടെ ഉത്തരവ് സംബന്ധിച്ച പ്രമേയവും കേന്ദ്രഭരണ പ്രദേശങ്ങൾ രൂപീകരിച്ചുള്ള സംസ്ഥാന പുനഃസംഘടനാ ബില്ലും രാജ്യസഭ ഓഗസ്റ്റ് 5-ന് പാസാക്കി. പിന്നാലെ ലോക്സഭയിലും ബിൽ പാസായി. താഴ്വരയിലെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഗണ്യമായ കുറവുണ്ടായതായിട്ടാണ് വിലയിരുത്തൽ. കല്ലേറും വിഘടനവാദികളുടെ പ്രസംഗങ്ങളും അക്രമാസക്തമായ തെരുവ് പ്രതിഷേധങ്ങളും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ അപ്രത്യക്ഷമായി. കഴിഞ്ഞ 40 വർഷത്തിനിടയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തി. 2019-നെ അപേക്ഷിച്ച് തെരഞ്ഞെടുപ്പ് പങ്കാളിത്തത്തിൽ 30 പോയിന്റ് വൻ കുതിച്ചുചാട്ടത്തിന് കശ്മീർ താഴ്വര സാക്ഷ്യം വഹിച്ചു. ഭരണഘടനയിൽ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന 370-ാം അനുച്ഛേദം ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞതും ഇനി ഒരിക്കലും അത് മടങ്ങിവരില്ലെന്ന് അമിത് ഷാ പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു. ജമ്മു കാശ്മീരിൽ നിന്ന് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് അവകാശപ്പെടുന്ന BJP പ്രകടന പത്രികയിൽ വാഗ്ദാനങ്ങളുടെ പെരുമഴയായിരുന്നു നൽകിയിരുന്നത്. കുടുംബത്തിലെ മുതിർന്ന സ്ത്രീക്ക് പ്രതിവർഷം 18,000 രൂപയുടെ സഹായധനം, കോളേജ് വിദ്യാർത്ഥികൾക്ക് യാത്രാ ചെലവിനത്തിൽ പ്രതിവർഷം 3,000 രൂപ, കൃഷി ആവശ്യത്തിന് പകുതി നിരക്കിൽ വൈദ്യുതി, ഉജ്ജ്വല പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് പ്രതിവർഷം 2 ഗ്യാസ് സിലിണ്ടറുകൾ സൗജന്യം തുടങ്ങി 25 വാഗ്ദാനങ്ങളായിരുന്നു പത്രികയുടെ കാതൽ. ഉൾഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ടാബുകളും ലാപ്ടോപ്പുകളും, വയോധികർ, വിധവകൾ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവരുടെ പെൻഷൻ 1000 രൂപയിൽ നിന്നും 3,000 രൂപയായി ഉയർത്തും തുടങ്ങിയവയും വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടുന്നു. 2014-ലാണ് ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് അവസാനമായി തിരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് പൂർണ്ണ സംസ്ഥാന പദവി ഉണ്ടായിരുന്ന ജമ്മു കാശ്മീരിൽ BJP 25 സീറ്റുകളിലാണ് വിജയിച്ചത്. 28 സീറ്റുകളിൽ വിജയിച്ച PDPയുമായി കൈകോർത്ത് BJPയാണ് അന്ന് ജമ്മു കാശ്മീർ ഭരിച്ചത്. നിലവിൽ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിൽ ഇന്നും സെപ്റ്റംബർ 25, ഒക്ടോബർ 1 എന്നീ തീയതികളിലായി 3 ഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒക്ടോബർ 4-നാണ് വോട്ടെണ്ണൽ.